നൂറ്റാണ്ടുകൾക്ക് ശേഷം പുനർജനിച്ച മഹാമാഘ മഹോത്സവത്തിൽ ഭക്തിസാന്ദ്രമായി നീളാതീരം മാറിക്കഴിഞ്ഞു. ശംഭോ ശിവ ശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. പൂജകളും യജ്ഞക്രിയകളും നിള ആരതിയും പുണ്യസ്നാനവും സത്സംഗങ്ങളും യോഗ കളരി അനുഷ്ഠാനങ്ങളും വിദ്വൽ സദസ്സുകളും എല്ലാമായി ഒരു ആത്മീയ ലോകം തുറക്കുകയാണ് തിരുനാവായയിൽ. ചരിത്രരേഖകളനുസരിച്ച് തിരുനാവായയിൽ അവസാനമായി മാഘമഹോത്സവം നടന്നത് 1755-ലാണ്. ഏകദേശം 271 വർഷങ്ങൾക്കിപ്പുറമാണ് നിളാതീരം ഭക്തിസാന്ദ്രമാകുന്നത്. ഓം നമഃ ശിവായ സത്യമേ നിർമ്മലാനന്ദ ഭാവമേ, പുണ്യപുരാണം ശിവമന്ത്രം ധന്യം ശുഭമയ ജപമന്ത്രം. ഓം നമഃ ശിവായ സത്യമേ നിർമ്മലാനന്ദ ഭാവമേ, പുണ്യപുരാണം ശിവമന്ത്രം ധന്യം ശുഭമയ ജപമന്ത്രം. 1755 നിലച്ച ഹിന്ദു സംസ്കാരത്തിലെ ഈ വിശേഷ ആചാരം നൂറ്റാണ്ടുകൾക്കിപ്പുറം പഴയ പ്രൗഢിയോടെ പുനർജനിക്കുകയാണ് നിളാതീരത്ത്. 2016 മുതൽ തന്നെ ചെറിയ തോതിൽ ഇവിടെ മാഘമാസത്തിലെ സ്നാനം വിശ്വാസികൾ നടത്തിയിരുന്നുവെങ്കിലും വിപുലമായ രീതിയിൽ പൂജകളും യജ്ഞക്രിയകളുമൊക്കെയായി ദക്ഷിണേന്ത്യയുടെ കുംഭമേളയായി അറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘമേള സംഘടിപ്പിക്കുന്നത് 271 വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം, ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം. ലുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ചുമതലയേറ്റ സ്വാമി ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിലാണ് മഹാമാഘ മഹോത്സവം 2026 സംഘടിപ്പിക്കുന്നത്. സ്വാമി അഭിനവ ബാലാന്ത ഭൈരവനും മേളയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നു. കേരളത്തിലെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള സന്യാസിവര്യന്മാർ, തന്ത്രശാസ്ത്രവിധികളിൽ നിപുണരായ ആചാര്യന്മാർ, വേദങ്ങളിൽ നിപുണരായ വൈദിക ശ്രേഷ്ഠന്മാർ, തമിഴ്നാട്ടിലെ വിവിധ ആധീനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ദക്ഷിണേന്ത്യയിലെ വിവിധ മഠത്തിൽ നിന്നുള്ള സന്യാസിമാർ, ഹിന്ദുമതത്തിലെ വിവിധ സമ്പ്രദായങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, ഭക്തജന സമൂഹം, ഉത്തരേന്ത്യയിൽ നിന്നുള്ള സന്യാസിമാർ, ഗംഗാ ആരതി പണ്ഡിറ്റുകൾ എന്നിവരൊക്കെ മാഘമഹോത്സവത്തിനായി നിളാതീരത്തെത്തിക്കഴിഞ്ഞു. ഹർ ഹർ മഹാദേവ്. ഓം നമഃ ശിവായ.